2024-25 അക്കാദമിക വർഷത്തിൻ്റെ ആരംഭമായ ജൂൺ 3-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടി നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ വർഷം നമ്മുടെ സ്കൂളിലേക്ക് 15 കുട്ടികളെ ലഭിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ നമ്മുടെ സ്കൂളിന് നല്ലൊരു വിജയം നമ്മുടെ കുഞ്ഞുങ്ങൾ നേടുകയുണ്ടായി. 13 കുട്ടികളാണ് ആകെ പരീക്ഷ എഴുതിയത്. അതിൽ 10 കുട്ടികൾക്ക് ഫുൾ A+ നേടുവാനായിട്ട് സാധിച്ചു. ഇവിടെ 12 അധ്യാപകരും 8 അനധ്യാപകരുമുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഇവിടെ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സയൻസ്, കൊമേഴ്സ് വിഭാഗങ്ങളിലായി കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു കോളേജും ഇവിടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ മല ഇവർക്ക് വേണ്ടിയുള്ള, ബധിര സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു മലയാണ്. അത് മറഞ്ഞിരിക്കാതെ പട്ടണമായി, ഒരു വലിയ പട്ടണമായി ഇവിടെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ അവരുടെ കഴിവുകൾ കണ്ടെത്തി ഏത് രീതിയിൽ, ഏത് മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടണോ അതനുസരിച്ചുള്ള ഒരു പഠന രീതിയാണ് ഇവിടെ പഠന നിലവാരമാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ ആ രീതിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവരെ എത്തിക്കുവാൻ വേണ്ടി ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും മാനേജ്മെൻറ്റ് PTAയും ചേർന്ന് ഈ സ്കൂളിനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കും. യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ PTA. യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ PTA പ്രസിഡൻ്റാണ്, ലീബ മാഡം. PTA പ്രസിഡന്റ് എന്ന ഉപരിയായിട്ട് നമ്മുടെ സ്കൂളിനെ നല്ലപോലെ അടുത്തറിയുന്ന വ്യക്തി. കാരണം ഇവിടെ അടുത്ത് വന്ന് വീടെടുത്ത് താമസിച്ച് എല്ലാ ദിവസവും സ്കൂളിൽ കടന്നു വരും. മക്കളെ കൊണ്ടുവിടാൻ വരുന്നതാണേലും കടന്നു വന്ന് നമ്മളോടൊക്കെ സ്കൂളിൻ്റെ വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയും വേണ്ടത്ര എത്രയൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ലീബ മാഡത്തെ ഏറ്റവും വിനയത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാന വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ ഈ വർഷം സ്കൂളിൽ കടന്നു വന്ന പുതിയ റോസാപ്പൂക്കളാണ്. പല സ്ഥലത്തു നിന്നുള്ള ധാരാളം കുഞ്ഞുങ്ങളെ ദൈവം നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചു. അവര് പേരൻസും എനിക്കറിയാം വളരെ പ്രയാസപ്പെട്ടായിരിക്കാം ഇന്ന് ഈ നിമിഷം ഇവിടെ കൊണ്ടുവന്ന് ഈ സ്കൂളിൽ എങ്ങനെയായിരിക്കും, ഈ സാഹചര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ, എങ്ങനെ വിട്ടിട്ട് പോകണമെന്നൊക്കെ പ്രയാസപ്പെട്ട് ഇവിടെ മാനസികമായ പിരിമുറുക്കങ്ങളോട് കൂടിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിവിടെ കടന്നു വന്നത്. ഒരിക്കലും നിങ്ങളുടെ തീരുമാനങ്ങളൊന്നും തെറ്റായിട്ടില്ല. ഈ സ്കൂളിൽ കൊണ്ടുവിട്ടത് നിമിത്തമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കി അവരെ ഒരു ലെവലിൽ എത്തിച്ച് മാത്രമേ ഈ മലയിൽ നിന്ന് നിങ്ങൾക്ക് പോകുവാനായിട്ട് കഴിയുള്ളൂ. അവരെ സ്വന്തം ഒരു സ്റ്റാൻഡിൽ നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കി ഈ സ്കൂള് തീർക്കും. എല്ലാ കുഞ്ഞുങ്ങളെയും, പുതിയ രക്ഷകർത്താക്കളെ എല്ലാവരെയും ഈ സ്കൂളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തോളൂ. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഷിനി മേരി ജോൺ ടീച്ചറാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഷിൻ ടീച്ചറാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പല്. ടീച്ചറിനെ എല്ലാവരുടെയും പേരിൽ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ രക്ഷകർത്താക്കളെയും ഏറ്റവും സ്നേഹത്തോടെ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ മധ്യേ കലഞ്ഞൂർ ന്യൂസ് എന്ന ഒരു ഓൺലൈൻ ചാനലുകാർ നമ്മുടെ ഒപ്പം പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ മീറ്റിംഗ് ഒക്കെ ഇന്ന് തന്നെ ചാനലിൽ കൂടെ ലോകത്തോട് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇന്ന് നിന്റെ സാറ് വന്നിട്ടുണ്ട്. കലഞ്ഞൂർ ന്യൂസിൻ്റെ കലഞ്ഞൂർ എന്നാണ് സാറിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ കുഞ്ഞുങ്ങൾ,
എല്ലാവരും പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവരെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ പുതിയ വർഷത്തിൽ ഏറ്റവും നല്ല ഒരു പഠനം ഇവിടെ ലഭിക്കത്തക്കവണ്ണം എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർ, ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും എല്ലാ ടീച്ചിങ് നോൺ ടീച്ചിങ് സമൂഹങ്ങൾ എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൻ്റെ കൺവീനേഴ്സ് ആയിരിക്കുന്ന അനിത ടീച്ചർ, ജിജി ടീച്ചർ, മിൻ ടീച്ചർ എല്ലാവരും അവരാണ് ഈ മീറ്റിംഗ് ഇത്രയും ഭംഗിയാകുവാൻ തക്കോണം ഇവിടെ പ്രവർത്തിച്ചത്. അവർ രാവിലെ തന്നെ കടന്നു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരൊന്നിച്ചു കൂടിയിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മീറ്റിംഗ് ഇത്ര ഭംഗിയായിട്ട് ഇന്നിവിടെ നടക്കുന്നത്. അവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വളരെ വിഷമത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാ രക്ഷകർത്താക്കളെയും ഈ ഹോളിനകത്ത് ഇരുത്തുവാനായിട്ട് സാധിച്ചില്ല. കുഞ്ഞുങ്ങളും കുറച്ച് പേരെല്ലാം പുറത്താണ്. വളരെ വിഷമമുണ്ട്. നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നല്ല വലിയൊരു ഓഡിറ്റോറിയം പണിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധ്യമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2024-25 വർഷം ഏറ്റവും മികവിൻ്റെ ഒരു വർഷമാക്കി ദൈവം തമ്പുരാൻ തീർക്കട്ടെ. അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ ചൊരിയുന്ന വർഷമായി തീരട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമുക്കറിയാം. കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിൽ നമ്മൾ അവരെ വളർത്തുമ്പോൾ പരിമിതമായ സാഹചര്യത്തിൽ അവരുടെ ബലഹീനതകൾ നമുക്കറിയാം. അവരുണ്ടാക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. എന്നാൽ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ തന്മയത്വത്തോടും പ്രാർത്ഥനയോടും അതിലെല്ലാം ഉപരിയായിട്ട് അവരുടെ ഉത്തരവാദിത്വമാണെന്നും അവരുടെ ദൗത്യമാണെന്നും മനസ്സിലാക്കി ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും അവരെ പരിചരിക്കുന്നു, പഠിപ്പിക്കുന്നു. ടീച്ചർ പറഞ്ഞല്ലോ, ഇവിടെ കുഞ്ഞുങ്ങളെ ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഒരക്ഷരം പഠിപ്പിക്കാൻ ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അതിലേറെ എടുത്തേക്കാം. കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കാനുള്ള കഴിവും സാഹചര്യങ്ങളും അനുസരിച്ച്. എന്നാൽ യാതൊരു മടിയും കൂടാതെ ഓരോ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരുമ്പോൾ അത് ആ കുഞ്ഞിന്റെ അനുഗ്രഹത്തിനും ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്കുമാണെന്നുള്ള ഒരു മനസ്സിലാക്കലോടുകൂടെ അർപ്പണബോധത്തോടു കൂടിയാണ് എല്ലാ അധ്യാപകരും ഇവിടെ പ്രവർത്തിക്കുന്നത്. വളരെ ശ്രമകരമായൊരു ജോലിയാണ്. അതിലുപരി വലിയൊരു മിഷനാണ്, ദൗത്യമാണ് അവരെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ, ഈ വർഷം ചേരുന്ന പുതിയ കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതത്തിന് കൂടുതൽ നിറങ്ങൾ ഉണ്ടാകണം. അവരുടെ പരിസരങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ അവർക്ക് ജ്ഞാനമുണ്ടാകണം. അവർക്ക് ചുറ്റുമുള്ള ചുവരെഴുത്തുകളൊക്കെ അവർക്ക് മനസ്സിലാകണം. കുറെ അക്ഷരങ്ങളും കുറെ ആളുകളെയും പരിചയപ്പെടുത്തുക എന്നുള്ളതിനപ്പുറമായി അവരുടെ ഉള്ളങ്ങളിൽ അറിവിന്റെ ആത്മാവായിട്ട് ഇവിടുത്തെ പഠനവും ഇവിടുത്തെ രീതികളുമെല്ലാം തീരും. എൻ്റെ മകനെ, ഒരുപക്ഷെ എൻ്റെ ലോകമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന എൻ്റെ മകനെ കൊണ്ട് കൊല്ലത്തെ പ്രോഗ്രാം കാണാനായിട്ട് ഞാൻ വന്നു. ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. കൊല്ലത്തെ പ്രോഗ്രാം കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നപ്പം വളരെ നിസ്സാരമായി ഒരു ചെറിയ പ്രോഗ്രാം എന്ന് വിചാരിച്ച ഞാൻ വന്നത്. ഇവിടെ എത്ര പേര് അത് നേരിട്ട് അനുഭവിച്ചു എന്ന് എനിക്കറിയില്ല. അവിടെ വരിക, അബീഷ് സാറിനെ ഒന്ന് കൈ കാണിക്കുക, ഉണ്ടെങ്കിൽ സിബു സാറിനെ ഒന്ന് കൈ കാണിക്കുക, ആരും കാണാതെ തിരിച്ച് ബൈക്കിൽ പോരുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു എനിക്കുള്ളത്. പരമാവധി 1 മണിക്കൂർ, അതിൽ കൂടുതൽ എനിക്ക് ചെലവഴിക്കാൻ അവിടെ സമയമില്ല. ഈ ബോധ്യത്തിൽ ഞാൻ അവിടെ വന്നു. പക്ഷെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, വിപ്ലവം, അത്ഭുതം അവിടെ നടന്നു. ഒരു സംശയമില്ല പറയാൻ. കാരണം മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ കസേരയിൽ പോലും ഇരിക്കാൻ ആളില്ലാതിരുന്ന വേദിയിൽ 15 മിനിറ്റിനുള്ളിൽ കൊല്ലം കടൽക്കര മുഴുവനും ഒറ്റ സ്ഥലത്തോട്ടായി നോട്ടം. ആർത്തിരമ്പുന്ന കടലിന്റെ ഒരു സൗന്ദര്യവും ആരുടെയും കണ്ണിൽ പെടുന്നില്ല. അതിശക്തമായ മഴ ആരെയും സ്വാധീനിക്കുകയോ
അവിടുന്ന് വിടർത്തി മാറ്റുകയോ ചെയ്യുന്നില്ല. പകരം ഏത് പ്രതിസന്ധികളെയും നിഷ്പ്രയാസം തട്ടിമാറ്റിക്കൊണ്ട് വിജയത്തിന്റെ കൊടി പകർത്താൻ തയ്യാറായി നിൽക്കുന്ന, തങ്ങൾക്ക് ലഭിച്ച എല്ലാ കഴിവുകളെയും വികസിപ്പിച്ച് ലോകത്തിലേക്ക് നൽകാൻ തയ്യാറായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അറിയാണ്ട് ശിരസ് നമിച്ചുപോയി. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എനിക്ക് വയസ്സ് കുറച്ചേ ഉള്ളെങ്കിലും ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ വല്ലാണ്ട് ആത്മാഭിമാനം എൻ്റെ ദേശത്തെ കുറിച്ച് തോന്നിയ സന്ദർഭങ്ങളിൽ ഒന്നാണ് കൊല്ലത്ത് ഞാൻ നിന്ന ആ വേദി. ഒരു സംശയമില്ല, അതെനിക്ക് ആ ബോധ്യമുള്ളതുകൊണ്ട് ഇന്നൊരു മീറ്റിംഗിൽ വിളിച്ചപ്പോൾ ഞാൻ ടീച്ചറിനോട് വേറെ ഒന്നും ചോദിച്ചില്ല. ടീച്ചർ ഇരിപ്പുണ്ട്, ഒന്നും ചോദിച്ചില്ല. ഞാൻ ആകെ ചോദിച്ചത് എത്ര മണിക്ക് ഞാൻ വരേണ്ടതെന്ന് മാത്രമാണ്. അതിന്റെ കാരണം എനിക്ക് ഇത്രയെങ്കിലും തിരിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പഠിച്ച ഗുണപാഠങ്ങളോ ഞാൻ കണ്ട അത്ഭുതത്തിനോ ഒരു മറുപടിയായിട്ടൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് തോന്നിയുണ്ടാണ്. വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വന്നില്ലല്ലോ. എന്നെ കേൾക്കുന്ന അമ്മമാരുടെ, അച്ഛന്മാരുടെ വേദന ഊഹിക്കാൻ പോലും ഒരു പക്ഷെ എനിക്ക് കഴിയില്ല. ഊഹിക്കാൻ പോലും, ഐ കാൻ ഈവൻ ഇമാജിൻ എന്ന് പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഊഹിക്കാൻ പോലും കഴിയില്ല. പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, മനസ്സിൽ തൊട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ മുൻനിർത്തി സാക്ഷിയാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, ഒരു ദിവസം ഉണ്ടാകും. നിങ്ങൾക്ക് അഭിമാനിക്കാൻ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ, 4 പേരുടെ മുമ്പിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ഇതെന്റെ മകനാണ്, ഇതെന്റെ മകളാണെന്ന് പറയാൻ ഒരു ദിവസം ഉണ്ടാകും. ആ ദിവസം ഉണ്ടാകാൻ വേണ്ടി ഞാനും കാത്തിരിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ പഠന കളരി അല്ലെങ്കിൽ പുതിയ വർഷം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്ത് സഹായത്തിന് ഞാൻ ഇവിടത്തൊക്കെ തന്നെ ഉണ്ട്. ഇത് വേണ്ടത് റോസമാമ ഉണ്ട്, എന്തായാലും ഞാനും ഉണ്ട് കൂടെ. എന്ത് സഹായത്തിനും ഈ സ്കൂളിന് വേണ്ടി ഞാൻ കൂടെ ഉണ്ടാവുന്നു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് അച്ഛൻ. ഇന്ന് സ്കൂളിൽ തിരിച്ച് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് ഒരു പ്രസന്റ് കൊടുത്ത് അച്ഛൻ നമ്മുടെ ഈ സുദിനത്തെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. താങ്ക് യു ജെസ്സി ടീച്ചർ. ഇനിയും ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. Thank you. Thank you, sir. Thank you, ma'am. Thank you, teacher. അടുത്തത് താങ്ക് യു ടീച്ചർ. കാലഘട്ടത്തിലാണ് ഞാൻ 83 മുതൽ എനിക്ക് ഈ സ്കൂളുമായിട്ട് നല്ല പരിചയമുണ്ട്. കാരണം ആദ്യം നെല്ലിമുട്ടി പഠിക്കലായിരുന്നു ഇത് സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിന് ശേഷമായിട്ട് ഈ കുന്നിൻ്റെ മുൾഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്കൂള് ഉണ്ടാകുവാനും സ്ഥാപിക്കാൻ തക്കോളം ഇടയാക്കി മഹായിടവകയായിട്ട്
അതിൽ അന്ന് വന്നിട്ടുള്ളതായ ടീച്ചർമാർ ചിലർ റിട്ടയർ ചെയ്തുവെങ്കിലും അതോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതായ നല്ല പ്രഗത്ഭരായ അധ്യാപകരാണ് നമ്മുടെ സ്കൂളിനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാമല്ലോ, സ്കൂളിൽ പഠിച്ച കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഞാൻ ചിലരെ വിളിച്ചപ്പം എന്തുവാ റിസൾട്ട് കിട്ടിയിട്ടില്ല. കാരണം അവർ 1-2 വിഷയത്തിനൊക്കെ തോറ്റിട്ട് പോയിട്ടുണ്ടവരുണ്ട്. എന്നാൽ ഈ സ്കൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 13 SSLC പരീക്ഷ എഴുതിയ കുട്ടികളിൽ 10 കുഞ്ഞുങ്ങൾക്ക് A+ നേടിക്കൊടുക്കുവാൻ ഈ സ്കൂളിന് കഴിഞ്ഞു. അത് എനിക്കും ഒരു അഭിമാനകരമാണ്. നമ്മുടെ മഹാടവകം നോക്കിയാലും ഈ എല്ലാം നോക്കിയാൽ ഈ സ്ഥാപനം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. അതിന് കഴിവുറ്റ അധ്യാപകരും അവർ വളരെ ശ്രമിച്ചിട്ടാണ്, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളും വളരെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്രയും പേരെ ഈ വിജയം കരസ്ഥമാക്കുവാനിടയാക്കിയത്. നമ്മളെല്ലാവരും മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ടീച്ചേഴ്സിനെ കാണാനും കൂട്ടുകാരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വളരെ സന്തോഷത്തോടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പഠിച്ചും കളിച്ചും പങ്കുവെച്ചും പരസ്പരം സ്നേഹിച്ചും ഈ അധ്യയന വർഷം ആഘോഷമാക്കാം. നമ്മുടെ സ്കൂള് ഇവിടെ ഒരു ഹൈസ്കൂളും ഹയർ സെക്കൻഡറി KG മുതൽ അതുപോലെ കോളേജ് തലം വരെ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ പരിമിതിയുള്ള ഈ കുഞ്ഞുങ്ങളുടെ ഉന്നമനമാണ്. അതിൽ ഞങ്ങളാലാവോളം ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെ നിങ്ങൾ സുരക്ഷിതമായ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നിന്ന് അവരെ മുൻപോട്ട് കൊണ്ടുവരാം. അതുപോലെ PTA ഇവിടെ നല്ല ഒരു PTA ആരംഭകാലം മുതൽ പ്രവർത്തിക്കുന്നു. PTA എല്ലാവിധ സപ്പോർട്ടും നൽകി തരുന്നു. പുതിയ പേരൻസും PTA-യുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഓർക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സ്കൂളിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പാഹി സംഘടന, പേരൻസ് ഓൾ കേരള അസോസിയേഷൻ ഫോർ പേരൻസ് ഓഫ് ഹിയറിംഗ് ഇംപയർഡ്. അപ്പാഹി സ്കൂളിന് വേണ്ട സഹായങ്ങൾ നൽകി തരുന്നു. അപ്പാഹി സംഘടനയുടെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു 2 മിനിറ്റ് ഇവിടെ നിന്ന് ഇരിക്കണമെന്ന് ഞാൻ അവർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ കുടുംബശ്രീയുടെ പല പ്രോഗ്രാമുകളും നമ്മുടെ സ്കൂളുമായി ചേർന്ന് നടത്തുന്നു. പ്രത്യേകിച്ച് വളരെ സന്തോഷമുണ്ട് കുടുംബശ്രീയുടെ മാഡം ജില്ലാ കോർഡിനേറ്റർ ആദില മാഡത്തോടൊരു അഭ്യർത്ഥന ഉള്ളത്, നമ്മുടെ സ്കൂള് എയ്ഡഡ് സ്കൂൾ ആണെങ്കിലും സ്പെഷ്യൽ സ്കൂൾ എന്ന പരിഗണനയിൽ ഗവൺമെന്റ് സ്കൂളുകാർക്ക് കൊടുക്കുന്ന ആനുകൂല്യം ഞങ്ങൾക്ക് മേടിച്ചു തരാൻ ശ്രമിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട്, കഴിഞ്ഞ വർഷത്തെ SLC+2 പരീക്ഷയിൽ ഞങ്ങളുടെ സ്കൂളിലെ SLC പരീക്ഷയിൽ 13 പേര് 10 പേർക്ക് ഫുൾ A+ഉം ഹയർ സെക്കൻഡറി എക്സാം ഇപ്പോൾ അറിയാം പണ്ടത്തെ രീതിയല്ല, ഹയർ സെക്കൻഡറി എക്സാം സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആണ്. എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും മികച്ച വിജയം നേടുവാൻ ദൈവം സഹായിച്ചു. ആ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാർ, അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഹോസ്റ്റൽ സ്റ്റാഫുകൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് പ്രോഗ്രാമിലേക്ക് എത്തുകയാണ്. അതിനു മുമ്പായി നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ ഇവിടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ കാണാനായിട്ട്, പേരൻസിനെ കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു നെയിം സ്ലിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. തുടർന്ന് ആ ഒരു ചടങ്ങിനായിട്ട് അവരെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ നൽകപ്പെട്ട സാധനങ്ങളൊന്ന് വാങ്ങിക്കൊണ്ട് വേണം നിങ്ങൾ പോകാൻ. അതിനായി കുടുംബശ്രീയുടെ ചുമതലപ്പെട്ട നമ്മളുടെ സ്നേഹിത എന്ന് പറഞ്ഞിട്ട് ലിംഗഭേദമില്ലാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കുടുംബശ്രീ ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹിത എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരു താങ്ങായി നിൽക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ പേരിലുള്ള നെയിം സ്ലിപ്പാണ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഉപരി ഇവിടെ വന്നപ്പോൾ പറയണമെന്ന് തോന്നിയത്, നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ തൊട്ട് മുമ്പ് സംസാരിച്ച മേഡം പറഞ്ഞ ആ ഒരു കാര്യം വളരെ സന്തോഷമായി. നിങ്ങൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നു എന്ന് കണ്ടതിൽ നിലവിൽ കുടുംബശ്രീക്ക് 2 ബഡ്സും
9 BRC എന്ന് പറയുന്നത് വെച്ചാൽ ഭിന്നശേഷികളായ കുട്ടികളെ, ഭിന്നശേഷി എന്ന് പറയാൻ പാടില്ല, സവിശേഷമായ കഴിവുള്ള കുട്ടികൾക്ക് ജീവിതോപാധി ആക്കി കൊടുക്കുന്ന പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന 9, 2, 11 സ്ഥാപനങ്ങൾ നമുക്ക് നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും എല്ലാം ഏറത്ത് CDSന്റെ വക ആശംസകൾ അറിയിച്ചുകൊണ്ട് സാറിന്റെ സംസാരത്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ആരംഭിക്കുന്നു. അദ്ദേഹം സംസാരം മധ്യേ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കുട്ടിയെ ജനിച്ചു പഠിപ്പിക്കേണ്ട പ്രായമായി. ആ സമയത്ത് ആ കുട്ടിയെ എവിടെ പഠിപ്പിക്കാൻ പറ്റും, അവിടെ എന്ത് പഠിപ്പിക്കാൻ പറ്റും, ഇത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് പറയും. ഈ അറിവില്ലായ്മ ഇന്നും അനേകം രക്ഷകർത്താക്കളിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല നമുക്കിങ്ങനൊരു കുട്ടി ജനിച്ചത്. നമ്മൾ ഇപ്പം എനിക്ക് എൻ്റെ അനുഭവം പറഞ്ഞാൽ, എനിക്ക് 2 മക്കളാണ് ശ്രവണ സംസാര വൈകല്യമുള്ളവരായിട്ടുള്ളത്. ഇരട്ടകളാണ്. കുട്ടികളങ്ങനായി. മക്കൾക്ക് കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല എന്ന് കേൾവി ശബ്ദം, അത് ഒരു വസ്തു വീണാൽ അതിൻ്റെ ശബ്ദം കേൾക്കുന്ന 6 മാസം പ്രായമായ മുതൽ ഒരു ശബ്ദത്തിനോടുകൂടി പ്രതികരിക്കാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ അവർക്ക് 1 വയസ്സായപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OS ആദർശമുള്ള ബ്രിഗേഡ് ഡോക്ടറെ സമീപിച്ചു. പരിശോധിച്ചപ്പോൾ അവർ പ്രൊഫൗണ്ട് ഡെഫാണെന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊണ്ട്, മക്കളെ കൊണ്ട് കിട്ടാവുന്ന ആശുപത്രികളിൽ അത്രയും കൊണ്ടുവന്ന് ചികിത്സിച്ചു. കാണുന്ന അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വഴിപാട് നടത്തി. ഇതിപ്പോഴും നമ്മളെ അധികം പേരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ അവിടെ കൊണ്ട് നിരാശപ്പെട്ടില്ല. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വരെ ഞാൻ എൻ്റെ മക്കളെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയതാണ്. അവിടെ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കായില്ല. പക്ഷെ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചു. 6 മാസത്തിനുള്ളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രവണ വൈകല്യം ഉണ്ടെന്ന് ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ശസ്ത്രക്രിയയിലൂടെ മക്കൾക്ക് കേൾവി ശക്തി വീണ്ടെടുക്കാൻ സാധിക്കും എന്നതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അന്ന് ഇതിനുള്ള സംവിധാനമൊന്നും ഇല്ലാതിരുന്ന കാലമാണ്. പക്ഷേ ഈ മക്കൾക്ക് വേണ്ടി അന്ന് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ എന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന അനേകം മാതാപിതാക്കൾ അവിടെ കാണാൻ കഴിയും. ഞങ്ങൾ തമ്മിലുള്ള ആ ആശയവിനിമയം, പരിചയത്തിൻ്റെ പേരിൽ ഞങ്ങൾ പലപ്പോഴും ഈ മക്കളുടെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു. അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ ആശയവിനിമയമാണ്. എൻ്റെ മക്കൾക്ക് 35 വയസ്സ് പ്രായമായി. അവർ പറഞ്ഞ പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ മക്കളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യമാണ്. ആ ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമകളാണ് നമ്മുടെ മക്കൾ. അവരുദ്ദേശിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ മനസ്സിലാക്കാതെ വരുന്ന സമയത്ത് അവരുടെ പ്രതിഷേധം ദേഷ്യമായിട്ടോ ഇടുത്തറായിട്ടോ മാതാപിതാക്കളിൽ മറ്റുള്ളവരെ തല്ലുന്നതിലൊക്കെ എത്തിച്ചേരണം. അപ്പം അങ്ങനെയുള്ള ഈ മക്കളെ നമ്മൾ എങ്ങനെ, എവിടെ, ഏത് രീതിയിൽ അവരെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് ആലോചനയുടെ ഉടലെടുത്തിയ ഒരു സംഘടനയാണ് ഈ അപ്പാൽ. ഇന്നിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെല്ലാം തുല്യ ദുഃഖിതരാണ്. നേരറിവിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി
കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്.